ഹലോ ഗൈസ്, യൂട്യൂസി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂസി മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. ഇന്നലത്തെ എപ്പിസോഡിന്റെ റിവ്യൂ നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇന്നലത്തെ പ്രധാനപ്പെട്ട കാര്യം ആദ്യം നടന്നത് നമ്മുടെ മന്മഥൻ പോറ്റി. ഞാൻ ആരങ്ങനെ വിളിക്കും? ഒരാളുടെ വിഷമിച്ച് എന്റെ മന്മഥൻ പോറ്റി പോയി. മന്മഥൻ പോറ്റി പുറത്തായത് ഞാൻ ആർക്കാ പേരിടുമെന്ന് ഓർത്തിട്ടാണ്. എനിക്ക് ഭയങ്കര ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആ പേര്. ഇനിയിപ്പോ ആർക്കാ കൊടുക്കാം? ഒരു പേരിട ചടങ്ങ് നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ പട്ടിക്ക് ഇട്ട് കൊടുക്കാം. റോബോട്ടില്ലേ മന്മഥൻ പോറ്റി. അല്ല, ആർക്കിടെ അവിടെ ബാക്കി എല്ലാവർക്കും പേരുണ്ടല്ലോ. ഓക്കെ, എന്തായാലും മന്മഥൻ പോറ്റിനെ നമ്മൾ പുറത്താക്കി. ഫസ്റ്റ് ആദ്യമായിട്ടാണ് കേട്ടോ, ആദ്യമായിട്ടാണ് ഫസ്റ്റ് തന്നെ വന്നിട്ടേ ഒരാളെ എവിക്ട് ചെയ്ത് കളയുന്നത്. ശരി കേട്ടോ. അതായത് എപ്പിസോഡ് തുടങ്ങുമ്പോ ആദ്യം തന്നെ എവിക്ഷൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതെ അതെ, അതായത് അവരുടെയും പിന്നെ ജനങ്ങളുടെ കാര്യത്തിൽ തെറ്റിദ്ധാരണ വരില്ല. കാരണം ആൾറെഡി ആരാണ് പുറത്തായത്, എന്താണ്, എങ്ങനെ പുറത്തുപോയി, എങ്ങനെ നടന്നുപോയി, എത്ര സ്റ്റെപ്പ് വെച്ചു എന്നൊക്കെ ഓരോരുത്തരും വിളിച്ച് പറയുന്നതുകൊണ്ട് അതിലൊരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്കൊരു തെറ്റിദ്ധാരണ ഒന്നുണ്ടാവാം. പറയുന്നു ഇനി എത്ര പറഞ്ഞിട്ടും എല്ലാവരും പറയും, പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താണെങ്കിലും അത് നേരത്തെ എല്ലാ ജനങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, രഞ്ജിത്ത് പുറത്താണെന്നുള്ളത് എന്താണെങ്കിലും. പക്ഷെ ആദ്യം കാണിച്ചത് രസമായിരുന്നു. പിന്നെ അതിനുശേഷമാണ് എപ്പിസോഡ് സാധാരണ അവരോടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത്. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസും വലിയ പ്ലാൻ ചെയ്തൊന്നുമല്ല. എല്ലാരും ഇപ്പൊ അറിഞ്ഞു. ഇനിയിപ്പോ എന്തിനാ ഇത് ലാസ്റ്റ് വരെ പിടിച്ചോണ്ടിരിക്കുക? ആദ്യം തന്നെ ഇറക്കി വിട്ടേക്കാം. കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം പ്രശ്നം കഴിഞ്ഞല്ലോ. മറ്റത് ലാസ്റ്റ് വരെ പിടിച്ചു നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റി കൊടുത്തിട്ടാ. ഇത് ക്യൂരിയോസിറ്റിന്റെ കൊടുക്കാനുള്ള സാധനമില്ലല്ലോ. അത് നേരത്തെ കളഞ്ഞല്ലോ. ആര് പുറത്തു പോകുന്നു എന്നുള്ള ക്യൂരിയോസിറ്റി പോയതുകൊണ്ട് അത് കാണിച്ചിട്ട് ഇനി വേറെ ആരെങ്കിലും പോകുന്നുണ്ടോ ഇനി ആ രീതിയിലുള്ള ഒരു പരിപാടി പിടിച്ച് അവിടെ അത് സെറ്റാക്കി അവര്. ഓക്കെ, പിന്നെ ഉള്ളത് പരാതിപ്പെട്ടിയായിരുന്നു. 2 പെട്ടി. അതിൽ ഏറ്റവും കൂടുതൽ പരാതി വന്നിരിക്കുന്നത് അനീഷിനാണ്. എന്റെ പൊന്നും മക്കളെ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഈ പരാതി കുറെ ആൾക്കാർ ഒരാൾക്ക് തന്നെ എഴുതി കഴിഞ്ഞാല് അപ്പോഴേ ആളുടെ ശക്തി വലുതാവുമല്ലേ? ബോധല്ലേ ഇവർക്ക്? അതായത് ഇവർക്കൊക്കെ അനീഷിനോടുള്ള വാശിയാണ്. അതെ, ആ വാശി തീർക്കലാണ് ഇപ്പൊ പരിപാടി. അവിടുത്തെ ഗെയിമിന്റെ കാര്യമൊക്കെ മറന്നിട്ടുണ്ട്. ഈ വാശിയും ദേഷ്യവും ഇനി വെറുപ്പും ഉണ്ടായിക്കോട്ടെ, അതൊക്കെ ഉള്ളിൽ വെക്കണം. അതിന് ഇപ്പൊ രണ ഫാത്തിമക്ക് അനീഷിനോട് വലിയ താല്പര്യമുണ്ടോ? ഇല്ല. പക്ഷെ രണ ഫാത്തിമ എപ്പോഴെങ്കിലും അനീഷിനോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് എതിരെ കംപ്ലൈന്റ് എഴുതിയിടുന്നതോ അല്ലെങ്കിൽ അനീഷിനെ വിക്ടിമാക്കാനുള്ള രീതിയിലേക്ക് എന്തെങ്കിലും ഒരു പെരുമാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതാണ് ബുദ്ധി വേണം. അതാ ഞാൻ പറഞ്ഞ അവിടെ പോയിട്ട് ഇത് ഗെയിമും കൂടെയാണെന്നുള്ള സാധനം വിട്ടിട്ട് എനിക്കിപ്പോ ഒരാളോട് ദേഷ്യമുണ്ട്. ഞാൻ അയാളോട് ഫുള്ള് ദേഷ്യപ്പെട്ട് തന്നെ ഫുള്ള് കലിപ്പ്. അയാൾ അവിടെ പാടില്ല എന്ന് മാത്രം ചിന്തിച്ചിരുന്നാല് ഗെയിം നടക്കൂല. ഇതേപോലെ പുറത്ത് നല്ല സപ്പോർട്ടും കേറും. അത്ര സംഭവിക്കുള്ളൂ. ഇത് എത്ര കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാ. എന്നിട്ട് വീണ്ടും അത് തന്നെ നടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് വളരെ നല്ല രീതിയിലുള്ള കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒക്കെ വെച്ചിട്ട് ഇത് മുന്നോട്ട് പോവുക എന്നുള്ളത് വേണ്ട എന്നുള്ളത് തന്നെ ഇവര് കരുതുന്നുണ്ട്. പക്ഷെ ഉള്ളിലിരിക്കുന്നവരും കൂടെ അത് കരുതുന്നില്ല. അവര് കരുതിയിട്ടേ കാര്യമുള്ളൂ. ബിഗ് ബോസ് മാത്രം കരുതിയിട്ട് എന്ത് കാര്യം? അതെ, പ്രത്യേകിച്ച് ഇത് അനുമോൾക്കും അപ്പാനി ശരത്തിനും, അതായത് തോട്ട ആർമിക്കും ഭയങ്കരമായിട്ടുള്ള അനുമോളൊക്കെ ശരിക്കും പൊട്ടത്തരമാട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോൾക്ക് അതിന് അങ്ങനെയുള്ള ബുദ്ധിയൊന്നും അല്ല, ആ ഒരു മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണ്. അവർക്ക് വാശിയാണ്. ഈ അപ്പാനി ശരത്തിനും ഇത് തന്നെയാണ്. അനുമോൾക്ക് വാശി. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് അനീഷിന്റെ സ്വഭാവം എന്തെന്നുള്ളത് എന്തോ ആട്ടെ, പെരുമാറ്റം മോശമാവട്ടെ, വളരെ മോശം ബിഹേവിയർ എന്ത് രീതിയിലും, അതായത് ട്രിഗർ ചെയ്യാൻ എന്തെങ്കിലും കാണിക്കുന്നു, ആള് എന്തൊക്കെ ചെയ്തോട്ടെ, ഈ സാധനം ഇവർക്ക് എന്തിനാണ് പ്രശ്നം? ആള് മോശമാണെങ്കിൽ ജനങ്ങൾ തിരിച്ചറിയട്ടെ എന്നല്ല കരുതണ്ടേ? അതിന് നിങ്ങൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച് ആളെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിലൂടെ ആള് വളരുന്നു, നിങ്ങൾ ഇത് ഇങ്ങനെയുള്ളതിന് സംഭവിക്കുന്നതാണ്. സ്വയം എക്സ്പോസ് ആവും. ശരിയായിരിക്കും, പല കാര്യങ്ങളും അയാൾ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ പ്രേക്ഷകരും കണ്ടോണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ സെപ്പറേറ്റ് ഇനി മറ്റേ ഇവരെ കൊണ്ടുപോയിട്ട് എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ അവിടെയുള്ള ജനങ്ങൾ മൊത്തം എന്തായാലും കോമഡി തന്നെ. അത് മാത്രല്ല, ഇനിയിപ്പോ അതായത് മോശം സ്വഭാവമാണ്. ഈ മോശം സ്വഭാവമുള്ള ആൾക്കാരെ നന്നാക്കി എടുക്കാനാണ് അവർ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ പല ആൾക്കാരെ നന്നാക്കാനുണ്ട്. അല്ല, ഓരോരുത്തർക്കും ഓരോരുത്തരെ ഇഷ്ടപ്പെടൂല. അതാ പറഞ്ഞത്. അതിനനുസരിച്ച് ഗെയിം കളിക്കാന്നല്ലാതെ ഇവർക്കെതിരെ ഇവനിവിടെ വേണ്ട എന്ന് തീരുമാനിച്ച് കത്തിയും വാളെടുത്ത് ഇറങ്ങാണ് വേണ്ടത്, അല്ല തോട്ടയെടുത്ത് ഇറങ്ങാണ് വേണ്ടത്. ഇപ്പൊ എന്തിനാണ് ഇവർ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തേനോ?
അത് മാത്രല്ല തുടക്കത്തിൽ തന്നെ എല്ലാം ഇഷ്ടപ്പെടുന്നില്ല എന്ന് എഴുതിക്കോ. പിന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരാളോട് പെരുമാറണം എന്ന് പറഞ്ഞാൽ ശരിയാവുന്ന കാര്യം. ഇതല്ലേ ലാലേട്ടൻ വരുമ്പോ ഓരോരുത്തരോടായിട്ട് ചോദിക്കുന്നുണ്ട്. അവര് ഇന്ന കാര്യം പറയുമ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെയാണോ പെരുമാറേണ്ടത്, അവരങ്ങനെ പെരുമാറേണ്ട ആവശ്യം. അത് പറയുന്ന കേൾക്കുമ്പോഴെങ്കിലും തലക്കാത്ത ഓളമുള്ളവരും മനസ്സിലാവൂലേ, ആ ഞങ്ങളിപ്പോ ഇത് പറയണത് ശരിയല്ല. ഒരാളോട് ചോദിക്കുകയാണെങ്കിലും മറ്റുള്ള ആൾക്കാരും ചിന്തിക്കണ്ട, ആ അയാളെ കുറിച്ചും അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന്. അത് ചിന്തിക്കാനുള്ള മൂളയില്ലാത്തവങ്ങളാണ്. പിന്നെ മാത്രല്ല ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് ഇവിടെ നടക്കുന്നതെന്നും പുറത്ത് അങ്ങനെ തന്നെ പോകുന്നു എന്നുള്ളത് വ്യക്തമായി ലാലേട്ടന്റെ പ്രതികരണത്തിൽ നിന്നുണ്ട്. അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ ബിഗ് ബോസിന്റെ ഉദ്ദേശം. പക്ഷെ എന്നിട്ടും അത് മനസ്സിലായിട്ടില്ല. എന്തായാലും അനുമോളും അപ്പാനും ശരത്തും പൊളിഞ്ഞ് ആകെ ചപ്പിയായി ആകുവേ. കാരണം കൊറേ ഇത് തന്നെ ആയി കഴിയുമ്പോ എത്രയാണെന്ന് പറഞ്ഞാലും പൊളിയും. ശരിക്കും അപ്പാനി ശരത്തിന് നല്ല അതായത് ഇൻവോൾവ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന കളിക്കാരനാണ് എല്ലാത്തിലും. പിന്നെ അനുമോള് നല്ല കളിക്കാരി, അതായത് എപ്പോഴും കണ്ടന്റ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആളുടെ ജെന്യൂനിറ്റി തന്നെ ധാരാളം ശരിക്കും. പിന്നെ പക്ഷെ ആള് ഈ അനീഷിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഞാൻ പ്രശ്നം. അനീഷിന്റെ പുറകെ പോയി അവരുടെ അനീഷ് വളരും ചെയ്യും, ഇവര് താഴത്തോട്ട് പോവുകയും ചെയ്യും. അതാണ് സംഭവിക്കാൻ പോണത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഈ എപ്പിസോഡ് മൊത്തം കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നില്ല അവർക്ക് ആ സംഭവം മനസ്സിലായിട്ടുണ്ടെന്ന്. അവരിപ്പോഴും ഞാൻ പിടിച്ച മുയലിൽ നിന്ന് 4 കൊമ്പെന്ന് പറഞ്ഞ ആ അവസ്ഥ തന്നെ ഇവരോട് പറഞ്ഞാലും മനസ്സിലാവൂല എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് പിന്നെ ചെയ്യുക. എന്തായാലും അനീഷിന് ഒരുപാട് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് ഇന്നലത്തെ എപ്പിസോഡ്. പക്ഷെ നെഗറ്റീവായിട്ട് വന്നൊരു കാര്യമുണ്ട്. അതായത് ആദില നൂറയോട് അത് പറഞ്ഞത് വളരെ മോശം കാര്യമാണ്. ഇതൊന്നും ആളുടെ ഗെയിമൊന്നും അല്ല. ഈ അനീഷിന്റെ ആള് സ്വന്തം അത് അയാളുടെ ഉള്ളിലുള്ള സംഭവം തന്നെയാണ്. അല്ലാണ്ട് അയാൾ ഗെയിം കളിക്കുന്ന ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. അയാൾ അങ്ങനെ ഒരു മൈൻഡ് ഗെയിമർ ആണെന്നോ. ഈ ജിൻഡോ കളിക്കുന്ന കളി ഗെയിമാന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നില്ലേ? അത് ഇപ്പൊ ആള് പുറത്തിറങ്ങി ഇപ്പോഴും ബിഗ് ബോസ് കളിച്ചടക്ക. ഇത് ഇറങ്ങി കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ അയാള് പുറത്തും അങ്ങനെ തന്നെയാ. ഇപ്പൊ മനസ്സിലാക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, ഇപ്പൊ നന്നാക്കി മനസ്സിലാക്കുന്നു. അതെ, അതേപോലെ തന്നെ എല്ലാവരും അതില് സ്വന്തം അതായത് വോട്ട് ചെയ്തവര് പശ്ചാത്തപിക്കുന്നുണ്ട്. ഇവനെ ആണല്ലോ വോട്ട് കൊടുത്തല്ലോ. പല വീഡിയോന്റെ അടിയിലെ കമന്റ് വായിച്ചാൽ മനസ്സിലാവും. അത്രേ ഉള്ളൂ. അപ്പൊ അതേ സാധനം തന്നെയാണെങ്കിൽ അനീഷിനുള്ളത്. ഈ രീതിയിലുള്ള പ്രതികരണം ഉണ്ടല്ലോ, ഇതും വളരെ മോശമാണ് എന്ന്. എങ്ങനെ എത്ര വലിയ മൈൻഡ് ഗെയിമർ ആണെങ്കിലും ഇത് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് വളരെ മോശമായിട്ടാണ് വരിക എന്നുള്ള ഒരു സാമാന്യ ബോധമില്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ പെരുമാറില്ല. അതായത് ആദില നൂറിനോട് അവരുടെ ഫാമിലി വെച്ചിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ ഇത്രയും രീതിയിൽ അതായത് ജനങ്ങൾക്ക് ഇത് വളരെ ശക്തമായി മനസ്സിലാവണമെന്ന് കരുതി ലാലേട്ടൻ ഒരിക്കലും ഈ രീതിയിൽ പറയുമെന്ന് കരുതിയിട്ടില്ല കേട്ടോ. അത് ഡയറക്റ്റ് ആയിട്ട് ആ സാധനമാണ് ചോദിച്ചത്. അത് അങ്ങനെ മനസ്സിലാക്കാൻ ഇനി അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇല്ല. അത് അങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അത് ആൾക്കും അങ്ങനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ പിന്നീടും ഇതേ സംഭവം തന്നെ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക, എടുത്തു പറഞ്ഞിട്ടുണ്ടാവുക. അതായത് അനീഷിന്റെ ഡിവോഴ്സ് കഴിഞ്ഞാണല്ലോ അങ്ങനെ അതിന്റെ ചർച്ച അവിടെ മറ്റുള്ളവർ ചെയ്തിട്ട് അതിനൊരു തീരുമാനമാക്കാനായിട്ട് ഇറങ്ങി തിരിച്ച് അങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. അതാണ് അപ്പൊ ശരിക്കും മനസ്സിലാവും. അതേ പറഞ്ഞേ. അപ്പൊ ആൾക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിട്ട് തന്നെയാണ് അങ്ങനത്തെ ആ രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ടാവും. പ്രമോ വന്നപ്പോ പല ആൾക്കാരും നമുക്ക് തന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലൊക്കെ. ലാലേട്ടൻ അത് പറഞ്ഞത് ശരിയല്ലല്ലോ, അത് മോശം, അത് കാര്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അത് പറഞ്ഞത്. അത് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് പറഞ്ഞാ പോരാന്നുള്ളത്. കാരണം അത്രയ്ക്കും മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ആളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ അനുമോള് ഒരു സമയത്ത് അതായത് അനീഷിനെ പൊളിച്ചെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അനുമോള് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്റെ പ്രശ്നമായിട്ട് പലതവണ സംസാരിക്കാനായിട്ട് വന്നിട്ട് ചേട്ടൻ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ജിസലിന്റെ പ്രശ്നം മാത്രം എന്തിനു കേൾക്കാൻ നിൽക്കുന്നു? അപ്പൊ ജിസലിന്റെ പ്രശ്നം മാത്രമേ നിങ്ങൾക്ക് വിഷയമുള്ളൂ എന്നുള്ളതാണ്. അതൊരു ചോദ്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ജിസേലിനും വലിയ പ്രശ്നങ്ങളൊന്നും തീർത്തു കൊടുത്തിട്ടില്ല. അയാളുടെ അടുത്ത് എന്ത് കാര്യത്തിന് ചെന്നിട്ട് ആര് എന്ന് പറഞ്ഞാലും മൂപ്പരുടെ വഴിക്ക് മൂപ്പര് അവിടെ പോയി ഇവിടെ പോയി പറയാന്നൊക്കെ പറയുന്നല്ലാണ്ട് ഒരു ലീഡറിന്റെ ഒരു ക്വാളിറ്റി നമ്മൾ കണ്ടിട്ടില്ല. ഈ ലീഡറിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ല ലീഡർ, അതറിയില്ല. അതെ, ലീഡറിന്റെ വിചാരം അങ്ങനെ, ഞാൻ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ എനിക്ക് അതിന്റേതായ ബെനിഫിറ്റ് കിട്ടും എന്നുള്ള ധാരണ. പക്ഷെ ഈ ആദിലാനൂറിന്റെ വിഷയം ഉണ്ടല്ലോ, അതില് ബിഗ് ബോസിനോട് പറയാണ്, ബിഗ് ബോസെ നിങ്ങൾ അവരുടെ ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ മികച്ചതാവും. അതായത് ബിഗ് ബോസിന് കളി പഠിപ്പിച്ചു പറഞ്ഞു കൊടുക്കണം. ശരിക്കും അതിനിവിടെ
നിങ്ങളുടെ ആവശ്യമില്ലാന്ന് ശരിക്കും ബിഗ് ബോസ് അപ്പൊ പറയണായിരുന്നു. അത് പറഞ്ഞോളൂ, അതല്ലെങ്കിൽ ഇന്നെങ്കിലും പറയണായിരുന്നു. അവസരം ഉണ്ടല്ലോ. ഇവിടെ എന്ത് കളിപ്പിക്കണം കളിക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ളത് ബിഗ് ബോസ് പറയണായിരുന്നു. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച തന്നെ, നിങ്ങൾ സ്വന്തമായിട്ട് ഗെയിം ഉണ്ടാക്കണ്ട, ഞാൻ പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ സ്വന്തമായിട്ട് മറ്റേ ഉപദേശിക്കണ്ട, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞോണ്ട് അത് മനസ്സിലാവുന്നില്ലല്ലോ. ഈ ഒരിക്കലും കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത ആളാണ് അനീഷ്, അത് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോ ഈ രീതിയിൽ, അതായത് ബിഗ് ബോസിന് വേണ്ടി സംസാരിക്കുന്ന ആള് എന്നുള്ളതല്ല മികച്ച ക്യാപ്റ്റൻസി. നയിക്കുന്ന ആളാവണം, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ആളായിരിക്കണം. 19 പേർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാവണം. നിങ്ങളൊരു സിനിമയെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. ഒരു വലിയ ഫാക്ടറി, അതിലൊരുപാട് ആൾക്കാർ പണിയെടുക്കുന്നു, അതിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ലീഡർ നോക്കുന്നു. ആ ലീഡർ ആ ഫാക്ടറിക്ക് അനുസരിച്ച് അവരുടെ മുതലാളിമാർക്ക് അവരുടെ കുത്തക പരിപാടികൾക്ക് വേണ്ടി കൂടെ നിൽക്കുകയും ഇവർക്കെതിരെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിലെങ്ങനെയാണ് നല്ല ലീഡർഷിപ്പ് നിങ്ങൾ കാണുന്നത്? അനീഷ് നല്ലൊരു ലീഡറാവൂ, ബിഗ് ബോസിന്റെ കുത്തക പരിപാടികളൊക്കെ പൊളിച്ചെടുക്കൂ, അങ്ങനല്ലേ വേണ്ടത്. അതെ, എന്തായാലും ആദില നൂറ കരഞ്ഞു. ആദില ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും അതിനെ വേറെ രീതിയിലാണ് വിലയിരുത്തുന്നത്. അതായത് ഗെയിമായിരിക്കോട്ടെ. അപ്പൊ അനീഷിന്റേത് ഒന്ന് ആലോചിച്ച് നോക്ക്, ഇരട്ടത്താപ്പൊക്കെ ജനങ്ങളുടെ വ്യൂവേഴ്സിന്റെ ഇരട്ടത്താപ്പ്. അതായത് അനീഷിന്റെതെല്ലാം ഗെയിം, മോശം ചെയ്താലും നല്ലത് ചെയ്താലും ഗെയിം. പക്ഷെ മറ്റുള്ളവർക്ക് ഒന്നും ആവാൻ പാടില്ല. ഇപ്പൊ ഒരു ഡ്രാമ നടത്തിയാല് അത് ഗെയിം, പക്ഷെ ഇവർക്കൊരു ഡ്രാമ പാടില്ല, അവര് കരയാൻ പാടില്ല, എല്ലാരും ഒരുപോലെ ആയിരിക്കണ്ടേ. അതെന്താ അങ്ങനെ? അനുമോള് കരയാൻ പാടില്ല, മറ്റേ അനുമോള് കരഞ്ഞാൽ അപ്പൊ ഡ്രാമ, ഗെയിമല്ല, മൈൻഡ് ഗെയിമും അല്ല. ഇവരിപ്പൊ കരഞ്ഞാൽ ഡ്രാമ, രേണു കരഞ്ഞാൽ ഡ്രാമ. ഇപ്പൊ അനീഷ് അപ്പുറത്തോട്ട് മാറിപ്പോയി ഒന്ന് വിഷമിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മൈൻഡ് ഗെയിം. ഇനി വളരെ മോശമായി, അതെ, വളരെ മോശമായി പെരുമാറി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഏത് രീതിയിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതായത് അക്ബർ പണിപ്പുരയിൽ കയറിയിട്ട് ഫുഡ് ഇവർക്കൊക്കെ വേണ്ടി ആൾക്കും കൂടി ഉള്ളതാട്ടോ, അല്ലെ? താഴേക്ക് പുറത്തേക്ക് പോണെങ്കിൽ ഇതിലൂടെ അകത്തേക്ക് കയറണം. ആ ചിന്ത അല്ലാതെ അനീഷ് ഒന്ന് ആലോചിച്ച് നോക്ക്. സത്യം. അതായത് സ്വന്തം ഫുഡിൽ മണ്ണ് വാരിടുന്ന ക്യാരക്ടർ കമ്പനിക്ക് വേണ്ടിട്ട്. അപ്പോ ഈ ക്യാരക്ടർ ഉള്ളത് എല്ലാം മൈൻഡ് ഗെയിം, മറ്റുള്ളവരുടെ ഇമോഷൻ, അതായത് പുറത്തുള്ള കാര്യം ഇതിനകത്തേക്ക് വലിച്ച, അത് നിയമവിരുദ്ധാണ്, തെറ്റാണ്. ആ തെറ്റ് എങ്ങനെ മൈൻഡ് ഗെയിം ആവും? അതുമല്ല, അയാളെ അവരുടെ അത്രയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഇയാൾ എന്തിനും ഇവിടെ വന്നിട്ട് സംസാരിക്കേണ്ട ആവശ്യം? അത് ഇവര് ആരെങ്കിലും ഏർപ്പാടാക്കിയിട്ടുണ്ടോ ഇത് തീരുമാനമാക്കി കൊടുക്കാൻ? ബിഗ് ബോസ് പറഞ്ഞായിരുന്നു. ബിഗ് ബോസോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ആരെങ്കിലും ഏർപ്പാടാക്കിയിട്ടുണ്ടോ അനീഷിനെ? ഇല്ലല്ലോ. ഒരു കാര്യമില്ലാതെ പോയിട്ട് ഇടപെടുന്ന സംഭവമാണ് അതൊക്കെ. അപ്പൊ ആദില നൂറ, അതില് ആദില കരഞ്ഞു. അതായത് ഇതില് സമയം കൊടുക്കുന്നുണ്ട് ആർക്ക്? അനീഷിനു ശേഷം പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടിയുള്ള സമയം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഡ്രാമ. ഒന്ന് ആലോചിച്ച്, അവർക്ക് എന്താ ഡ്രാമയും അല്ലെങ്കിൽ ഗെയിമും മൈൻഡ് ഗെയിമും ഒന്നും പാടില്ലേ? എല്ലാരും കളിക്കും. ഇനിയും കുറെ പേര് കരയാനുണ്ട്, കുറെ പേര് കളിക്കാനുണ്ട്. അപ്പോഴൊക്കെ ഇത് ഡ്രാമയാണ്. അനീഷ് ചെയ്യുന്നത് മാത്രം മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊട്ടന്മാരാണ്. അപ്പൊ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ളവരുടേത് ഡ്രാമയും അതായത് മോശം കളി എന്നുള്ള രീതിയിൽ വിലയിരുത്തുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് അവിടെ പുറത്ത് കാണുന്നത്. അതിനകത്ത് വേറൊന്നുള്ളൂ, നല്ലത് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനീഷ് നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും നല്ലത് തന്നെ പറയും. അത്രേ ഉള്ളൂ. പറഞ്ഞിട്ടുമുണ്ട്. പിന്നെന്താ, നമുക്ക് ആര് ജയിച്ചാലും ആര് വന്നാലും നമുക്കൊരു പ്രശ്നമില്ല. ആ ഒരു ഇതിലെടുക്കാനുള്ളതിന്, അല്ലാണ്ട് ഒരാളെ തന്നെ ഇന്ന ഇഷ്ടപ്പെടുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും പല ആൾക്കാരോട് ഇഷ്ടമുണ്ടാവും. ഇഷ്ടമുണ്ടെന്ന് കരുതിയിട്ട് അയാൾ ചെയ്യുന്ന മാത്രമാണ് ശരിയെന്ന് പറയുന്നത്. അത് പറയില്ല. നമുക്ക് വേണ്ടി നമ്മൾ വളച്ചൊടുക്കാനും പാടില്ല. അത് അങ്ങനെ കാണിക്കുമ്പോഴാണ് ഈ പ്രശ്നം, ഇരട്ടത്താപ്പ് എന്നുള്ള ഇത് വരുന്നത്. ഇന്നലെ വന്ന പ്രൊമോ, അതായത് അതിലുള്ളത് ഇന്നത്തെ ലൈവ് നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തിവെക്കാൻ പോകുന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് ബിഗ് ബോസിന്റെ ഡ്രാമയാന്ന് നമുക്കറിയാം. ഇനിയിപ്പോ നിർത്തി വെച്ചാ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഉള്ള കാര്യം പറയാലോ. നമ്മൾ എന്റർടൈൻമെന്റ് കീഴിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. ബിഗ് ബോസ് ലൈവ് ഇല്ലായിരുന്നു ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ 3 വീഡിയോ നമുക്ക് സ്ഥിരം ചെയ്യുന്ന പരിപാടി ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ യൂണിവേഴ്സേ അതാണ്. ഞങ്ങളിത് ഇഷ്ടപ്പെടുന്നുണ്ട്, ശരിയാണ്, ഇഷ്ടമാണ്, കാണുന്ന ഇഷ്ടമാണ്, ഇതിനകത്ത് റിവ്യൂ ചെയ്യുന്ന ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതും ഒക്കെ. ഇതിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾക്ക് ഇതിൽ ആര് ജയിച്ചാലും ആര് തകർന്ന് തരിപ്പടായാലും വളരെ നെഗറ്റീവ് ആയാലും ഒന്നും ഞങ്ങൾക്ക് ഒരു വിഷയവുമില്ല. അല്ല, ഞാൻ ഒരു കാര്യം ഒരു വിഷയമല്ല. ഇപ്പൊ ഇതിനു മുന്നേ 6 സീസണുകൾ കഴിഞ്ഞു, അവരാര് വിൻ ചെയ്തു, നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ആ സമയത്ത് നമ്മൾ അവരുടെ ഒപ്പം കൂടെ നടക്കുന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു. അല്ലാതെ അതിനുശേഷം ഇപ്പൊ നമ്മളിപ്പം എന്താ പറയാ, മൂപ്പര് ബിഗ് ബോസ് വിന്നർ,
അതെ, ഇപ്പൊ അഖിൽമാരാറിന്റെ സീസണിലല്ലേ, അഖിൽമാരാറിനെതിരാണ് ഞങ്ങള് ഫുൾ ഞങ്ങൾ അതിനെതിരെ സംസാരിച്ച ആൾക്കാർ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഖിൽമാരെ ജയിച്ചോട്ടെ, എന്താ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ആര് ജയിച്ചാലും ഇപ്പൊ ഇതിനകത്താണെങ്കിലും ഇവിടെ ആര് ജയിച്ചാലും നമ്മളെ അത് ബാധിക്കുന്ന വിഷയമല്ല. അത്രേ ഉള്ളൂ. നമ്മള് ജയിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ജയിച്ച ദിവസം അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യും. അല്ലാതെ നമ്മുടെ ഉള്ളിൽ ഇത്രേ ഉള്ളൂ. ബിഗ് ബോസ് അല്ലേ, അതിലൊരു കപ്പല്ലേ, അത് കൊണ്ടുപോയി. പിന്നെന്താ, അല്ലെങ്കിലും അറിയിച്ച ആൾക്കാരെ എന്നും കപ്പടിച്ചിട്ടുള്ളത്. അതിലിപ്പോ നമ്മളിത്ര കുറെ ഇങ്ങനെ വിഷമിച്ചിട്ടും അല്ലെങ്കിൽ ഇതായിട്ടും കാര്യം എന്താ? അതുകൊണ്ട് ഞങ്ങൾക്ക് ആരിതിൽ പോസിറ്റീവ് ആയാലും ആര് നെഗറ്റീവ് ആയാലും ഒരു പ്രശ്നമില്ല. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഓരോ വീഡിയോന്റെ ക്ലിപ്പൊക്കെ എടുത്തിട്ട് ഓരോരുത്തർ കൊണ്ടുപോയി അവരുടെ പേജിലൊക്കെ ഇടും. അത് ഞങ്ങൾ അവരുടെ PR ആയിട്ടല്ല, മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും, വേണമെങ്കിൽ കൊണ്ടുപോയി ഇട്ടോ, ഒന്നും ഒരു പ്രശ്നമില്ല. നന്നായിട്ട് ഇപ്പൊ ഈ ക്ലിപ്പ് ഇടുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെ. അതെ, നമുക്ക് സന്തോഷമുള്ളൂ. ഞങ്ങള് കാണുമ്പോ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ പറയുന്ന ചെയ്യും. അതിപ്പോ നമ്മള് ഇനി അതിനകത്ത് ആര് എന്തൊക്കെ ഇപ്പൊ പല സമയത്തും നമ്മൾ പല കമന്റ്സും കാണാറുണ്ട്. നിങ്ങൾ അവരുടെ ഒരു സപ്പോർട്ടും ഇല്ല. അതെ, ഇപ്പൊ രേണുല്ലേ, രേണുവിന്റെ കാര്യത്തില് ഞങ്ങൾ പോസിറ്റീവും പറയാറുണ്ട്, നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ആൾ അതിനകത്തൊന്നും ചെയ്യാറില്ല, അതന്നെ ഏറ്റവും വലിയ ഒന്നും ചെയ്യാറില്ല. പിന്നെ വിക്ടിമായിട്ടുള്ള പല സമയങ്ങളിലും പല സംഭവിക്കുന്നുണ്ട്. ആ സമയത്ത് പുറത്ത് നടക്കുന്നതുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോ രേണുവിന്റെ ഇഷ്യൂ ഉണ്ടല്ലോ, അതായത് മുടിയുമായി ബന്ധപ്പെടുത്തിയിട്ട് പലരും ചില ചെറ്റകള് പരമ മോശാട്ടത് എന്തൊക്കെയാണ് ആക്കി, അത് ഞാൻ കണ്ടതാണ്. അതിൽ പറയുന്ന സാധനം ഞാൻ ശരിക്കും കണ്ട, അതായത് തലമുടി ഇങ്ങനെ ചൊറിയും ആള്, എന്നിട്ട് ഇത് ആകെ ഇളകി പോരുന്നുള്ള ലെവലിലേക്ക് ഇതിപ്പോ ഇത് വെച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ജാസ്മിനൊക്കെ ഇത് വെച്ചതാണെന്നോ. അതുകൊണ്ടാണ് ജാസ്മിനൊന്നും ഇവരൊന്നും കുളിക്കൂല എന്ന് പറയുന്നത്. ഒരാഴ്ചയിൽ ഈ മുടി മാത്രം നനക്കുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഇവർ കുളിക്കൂല എന്ന് പറഞ്ഞാൽ ദേഹമൊന്നും നനയാതെ അങ്ങനെ നടക്കുന്ന അതല്ല കുളി. അത് ദേഹം കഴുകുക എന്നുള്ളതാണ് അതിന് പറയാ. ഫുള്ളായിട്ട് കുളിക്കുമ്പോഴാണ് നമ്മൾ കുളിച്ചു എന്ന് പറയാം, അല്ലെ? അപ്പൊ ഈ കുളി എന്ന് പറയുന്നത് ഇവരും ജനങ്ങൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഈ കുളിക്കാതെ നടക്കുന്നവരാട്ടോ എന്ന് കരുതും. ഇങ്ങനെ ഹെയർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെപ്പോലെ അല്ലാതെ ഹെയർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാല് മുടി നനക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് രേണു തന്നെ ഒരു ഇതിൽ പറയുന്നുണ്ട്, അനുമോളോട് പറയുന്നുണ്ട്, ആഴ്ചയിൽ ഒന്നോറ്റോ അങ്ങനെ തലമുടി കഴുകാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ആയത് എന്ന് രേണു ആളുടെ വാഗൊണ്ട് പറയുന്നുണ്ട് അതിനകത്ത്. എന്നിട്ട് ഇത് പുറത്തുള്ള ആൾക്കാർ വീഡിയോ ചെയ്യാണ്. തെണ്ടികള്, എന്തൊരു മോശമാണ്. എന്തിനാണ് ഇങ്ങനെ അരി വാങ്ങി തിന്നിട്ട്? ദഹിക്കൂല, അത്രേ ഉള്ളൂ. ഒന്ന് ആലോചിക്കുക. അതായത് അതെന്താണെന്നറിയോ, രേണുവിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം, അതുണ്ടായ വ്യൂസ് ഉണ്ട്, ആ ഒരു സ്വഭാവം, ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ അവരിപ്പോ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ല. എടാ, ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇളകി പോകുന്നുള്ളത് തന്നെയാണ് ഇതിന്റെ രീതി. അത് മുടി വെച്ചു കൊടുക്കുമ്പോ ആള് പറയുന്നത് തന്നെയാണ് അതിനകത്ത്. ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാത്തോണ്ടാണ് ആ മുടി ഇളകിയെന്നാണ് ആള് പറഞ്ഞത്. അയാള് വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് പോലെ അയാൾക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റില്ല. അത് ബിഗ് ബോസ് ഹൗസ് ആണ്. അപ്പൊ അതിന്റേതായ കുറവുകളും കുറ്റങ്ങളും ഒക്കെ തലമുടിക്ക് വന്നേക്കാം. അതെ, എന്നിട്ട് അതില് ആ വെച്ചു കൊടുത്ത ടീം അവർക്കെതിരെ മറ്റേതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാരകമായിട്ട് വീഡിയോ ചെയ്യുന്നു. വെറുതെ ഇഷ്യൂ ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടല്ലോ, ആ പരിപാടിയാണ് അവര് ചെയ്യുന്നത്. മറ്റേ എന്താ പറയാ, ഈ ചോര കുടിക്കാന്ന് പറയില്ല, എന്താ പറയാ, അതെ അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആ പരിപാടിയാണ്. എന്തിന് നിങ്ങൾക്കൊക്കെ ആരാണ് ഇതിന് അനുവാദം തന്നത്? അതൊക്കെയാണ് ശരിക്കും ചോദ്യം ചെയ്യുന്നത്. അതായത് ഇവരൊക്കെ ലൈഫും വെച്ച് ഇവരുടെ പ്രശ്നം, നിങ്ങൾ ചെയ്യുന്നത് വേറൊരു യൂണിവേഴ്സിലൊന്നല്ലോ, പാരലൽ യൂണിവേഴ്സിലൊന്നല്ല ഈ പരിപാടി ചെയ്തോണ്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യന്മാരും കാണുന്നില്ല, അവർക്ക് ഇത് എഫക്ട് ആവുന്നില്ലേ ജീവിതത്തില്? ഇത്രയും ഹേറ്റ് ഇങ്ങനെ നിങ്ങൾ ചെയ്തോണ്ടല്ലേ, കുറച്ചെങ്കിലും ഒരു ഇത് കാണിച്ചൂടെ നിങ്ങക്ക്? അപ്പൊ പറഞ്ഞു വന്നതാണ് രേണുവിന്റെ ഇങ്ങനെയുള്ള പുറത്തുള്ള കാര്യങ്ങള് നിങ്ങളിപ്പോ ഇതുപോലെ വീഡിയോ ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ ചെയ്തപ്പോ ഞങ്ങള് അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിനകത്ത് ഒന്നുമല്ല രേണു, മനസ്സിലായില്ലേ? രേണു ഒന്നുമല്ല. അപ്പോ പിന്നെ മാത്രല്ല, ഇനി അങ്ങോട്ട് ഇത് ഒരിക്കലും പറയാൻ പാടില്ല, ഇത് ഇനി അങ്ങോട്ട് നന്നായേക്കാം എന്നൊക്കെ ചിലര് ഒരു ഓപ്ഷൻ കൊടുക്കുക, അല്ല ഒരു സാധ്യത കൊടുത്തേക്കാം. നമ്മുടെ മനസ്സിൽ അതുമില്ല. രേണു നന്നാവും നമുക്ക് തോന്നില്ല, നമുക്ക് തോന്നിയിട്ടില്ല. അതെ, അതായത് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്നൊന്നും പറയാൻ പറ്റില്ല. അതെ, അങ്ങനെ അത് ആളുടെ പബ്ലിസിറ്റി കൊണ്ട് തന്നെ ആള് കയറിയതാണ് ബിഗ് ബോസിന്റെ. അപ്പൊ ഞങ്ങള് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യം ഞങ്ങൾ പോസിറ്റീവ് പറയും, നെഗറ്റീവായിട്ട് തോന്നുന്ന കാര്യം ഞങ്ങൾ നെഗറ്റീവ് പറയും. അത്രേ ഉള്ളൂ. അപ്പൊ രേണുവിന്റെ PR ആണ് ഞങ്ങൾ, അനിമോളെ PR ആണ് ഞങ്ങൾ, അക്ബറിന്റെ PR ആണ് ഞങ്ങൾ, അപ്പാനി ശരത്തിന്റെ PR ആണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പാനി ശരത്തിന്റെ ജയിലിനുള്ളിലുള്ള ആ ജയിൽ ചാടിയതും അവരുടെ സംഭാഷണം എന്തായിരുന്നു മറ്റേ മതിലുകളെ ക്യാരക്ടർ, അത് ബിഗ് ബോസ് കൊടുത്താന്ന് നമ്മള് കരുതിയത്. അത് അവര് തന്നെ ക്രിയേറ്റ് ചെയ്തതാ. എന്തൊരു കിടലം പരിപാടിയാത്.
അതെന്താ അടിപൊളിയായിട്ട് അവര് ചെയ്തത്. അതെ, അപ്പൊ അത് പോസിറ്റീവ് പറയണ്ടേ, പോസിറ്റീവ് വരുമ്പോ പോസിറ്റീവ് പറയണ്ടേ. അല്ല നിങ്ങളുടെ ആൾക്കാർ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നല്ലതും നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലാത്തവരെ ഞങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞിരിക്കാം, നടക്കുന്ന കാര്യമല്ലത്. ഇത് നമ്മള് മറ്റേ സിനിമ റിവ്യൂവിന്റെ സമയത്ത് പറയുന്ന സാധനം തന്നെയാണ്. ഞങ്ങള് കുറെ കാലങ്ങൾക്ക് മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിലെ അഭിപ്രായം പറയുമ്പോൾ ഇതേപോലെ അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ നമ്മൾ എന്തെങ്കിലും അല്ല ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ മോശക്കാരാണ് എന്ന് കരുതിയിട്ട് ഞങ്ങൾ പറയുന്നു വിചാരിക്കണ്ട. സത്യം അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇത് തന്നെ പറയുള്ളൂ. ഒരാളെ ഞങ്ങള് അയാൾ എന്തെങ്കിലും നല്ല ചെയ്തിട്ടുണ്ടോ മോശം ചെയ്തിട്ടുണ്ടോ വലിച്ചു കീറുകയും ചെയ്യും. അല്ല ഞങ്ങൾക്ക് ആരും ഇവിടെ ക്യാഷ് ഞങ്ങളെ മുമ്പിൽ നിരത്തിയാലും ഞങ്ങള് അതിൽ തൊടാൻ പോകുന്നില്ല. ഇന്നലെ വേറൊരു കോമഡി പറഞ്ഞുതരാ, ഇത് ഇതിനകത്ത് വരുന്ന കാര്യമല്ല, എന്നാലും ഞാൻ പറയാണ്. ഇന്നലെ ഒരു കട്ടിങ്സ് നമ്മളത് എടുത്തിട്ടുണ്ടല്ലോ വീഡിയോ, അതിന്റെ അടിയിലുണ്ട് കമന്റ് എത്ര കിട്ടിയെന്ന്. അതിനെ കുറിച്ച് അവിടെ പറയാം. അതാ നമ്മള് പറഞ്ഞത്, അതായത് ഒരു ക്യാഷ് കൊണ്ട് ഞങ്ങളെ വിലക്കെടുക്കാൻ കഴിയില്ല, ഒരിക്കലും നടക്കൂല. അത് നിങ്ങൾക്ക് തന്നെ അവരോട് തന്നെ ചോദിച്ചോ. അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും വർഷം ഈ ഫീൽഡിൽ നിൽക്കൂല. അതെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് വരാൻ പാടില്ല എന്നുള്ള ചിന്തയുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഉണ്ടാവുമായിരിക്കും കേട്ടോ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പൈസ മേടിച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഞങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്യൂല. അതിന് കാരണം എന്താ വെച്ചാൽ, അതായത് ഞാൻ പോലീസിൽ വർക്ക് ചെയ്തതാണ്. പോലീസിൽ നമുക്ക് ട്രെയിനിങ് കിട്ടുന്ന സമയം ആദ്യം പറയുന്നൊരു സാധനം അറിയോ, നമ്മൾ ഒരു ചായ ഒരാളിൽ നിന്ന് സ്വീകരിച്ചാൽ നമ്മളൊരു ചായക്കട അവർക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. ഉറപ്പായിട്ടും ആ കോപ്പിലെ പരിപാടിക്ക് ഇങ്ങനത്തെ സംഭവത്തിനകത്ത് കുറച്ച് അപ്പൊ നമുക്ക് ഒരിക്കലും ചായക്കട ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ല, ചായ കുടിക്കാനും താല്പര്യമില്ല. പല ഇത് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് പറയുന്നത്, നമുക്ക് പല ആൾക്കാരും വിളിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാ സിനിമ ടിക്കറ്റ് വേണ്ടത്, അതെ സിനിമേന്റെ ആൾക്കാർ തന്നെ ഞങ്ങൾ അവിടെ വെച്ച് വേണ്ടാന്ന് പറയും. ടിക്കറ്റും വേണ്ട, നമുക്ക് ഒന്നും വേണ്ട. നമ്മൾ എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് നമുക്ക് നല്ലത് പറയേണ്ടി വരും. നല്ലതാണെങ്കിൽ നല്ലത് പറയണം, മോശമാണെങ്കിൽ അത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വേണ്ട, ഞങ്ങള് പോയി കാണും, ഞങ്ങൾ അതിനെ കുറിച്ച് പറയും. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ടിക്കറ്റിന് പൈസ എടുക്കാനുള്ള ടിക്കറ്റിനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ പോയി കാണും, ഞങ്ങളുടെ രീതിക്ക്. ഞങ്ങളെ കഴുത്തിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലോ ഒരു ചരടുണ്ടെങ്കിൽ ആ ചരടിനനുസരിച്ച് നമുക്ക് അത്രയും സ്വാതന്ത്ര്യം കുറയും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിന്റെ ആവശ്യമില്ല. അത് തന്നെ നമ്മളെന്താണോ അതായിട്ട് തന്നെ നിൽക്കുക. എന്തായാലും ഇന്നലെ മനസ്സ് ചങ്ക് പൊട്ടി നമ്മുടെ ജിസലിന്റെ. അത് ഭയങ്കര രസമായിരുന്നു, ഫണ്ണായിരുന്നു. ആള് മലയാളം അറിവില്ലായ്മ അതിനകത്ത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. പൊട്ടിപ്പോയി ലാലേട്ടാന്ന്. അതെ, പിന്നെ വേറെ കാര്യമുണ്ട്, അതായത് അനുമോളുടെ ആ ഒരു നോട്ടത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്ബറിന്റെ. അതൊന്ന് ക്ലിയർ ചെയ്തു കേട്ടോ. ഇത് ആർക്കും നെഗറ്റീവായി വരുന്നൊരു കാര്യമൊന്നല്ല, പക്ഷെ അക്ബറിന് അത് പുറത്തേ അത് തെറ്റിദ്ധരിക്കപ്പെട്ട നെഗറ്റീവായി വന്നേക്കാം. അക്ബർ തന്നെ ഞെട്ടുന്നുണ്ട്. ഞാനോ അല്ല, ആ വീഡിയോ നമ്മൾ അന്ന് കണ്ടതാണ്. സോറി, അതായത് വെറും വയറ്റിലാണ്. വെറും നീ ഇത്ര സീറ്റ് പിന്നല്ലേ പവർ എപ്പോഴും പവർ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ അനുമോള് പറഞ്ഞൊരു കാര്യം, അത് ആളുടെ നോട്ടം എനിക്ക് ഇഷ്ടമല്ല എന്നാണ്. അത് വളരെ മോശമായിട്ടുള്ള, അതായത് പല നോട്ടങ്ങളുണ്ടല്ലോ, അത് അനുമോള് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏത് ലൈംഗികപരമായിട്ടുള്ള നോട്ടം, ആ രീതിയിലാണ് എല്ലാവരും കരുതുക. അങ്ങനെയുള്ള നോട്ടത്തിനെ കുറിച്ചല്ല അന്ന് അത് പറഞ്ഞത്. അതായത് ആള് ഭയങ്കര ക്രൂരമായി ഇങ്ങനെ നോക്കും, മീശൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കും. ആ നോട്ടം അത് ശരിയാണ്, ആ നോട്ടം ഒരു പ്രത്യേക നോട്ടം. അപ്പൊ അത് ഇഷ്ടമല്ല എന്നാണ് ആള് പറഞ്ഞത്. ലാലേട്ടൻ ചോദിക്കുന്നത് ഭയങ്കരമായിരുന്നു, ഒരാളെ 13 സെക്കൻഡ് കൂടുതലോ അങ്ങനെ എന്തോ കണക്കൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് അത് ക്ലിയർ ചെയ്തത്. അപ്പൊ തന്നെ അനുമോള് പറയുന്നുണ്ട്, അയ്യോ അത് അങ്ങനത്തെ നോട്ടമല്ല എന്നുള്ളതൊക്കെ. കാരണം അതൊരു വലിയ കേസാവേണ്ട സാധനമാണല്ലോ. ഒരാള് പരാതി പറയണം, ആളുടെ നോട്ടം എനിക്ക് ഇഷ്ടമല്ല, ഞാൻ അവിടെ കംഫർട്ട് അല്ല എന്ന് പറയാണല്ലോ. അപ്പൊ ആളുടെ പരാതി എന്താണെന്നുള്ളത് ഇവർ കേൾക്കണല്ലോ. ആള് കുറച്ച് മറ്റേ അക്ബർ കുറച്ച് രൗദ്രഭാഗത്തിൽ നോക്കുന്നതാണ്, അതാണ് പ്രശ്നം. അതെ, അല്ലാതെ ഒരു മോശം നോട്ടവും അക്ബറിന്റെ ഭാഗത്ത് വരുന്ന ആളല്ല. അല്ല, അവിടെ ഒരൊറ്റ നേരമ്പനുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും കത്തിയാര്യൻ അല്ല, വേറെ ആരുമില്ല. കത്തിയാര്യന്റെ കത്തിയൊക്കെ ഭയങ്കര തന്നെ കേട്ടോ. അതെ, ആള് കത്തി വെച്ചിട്ടുണ്ടായിരുന്നു അനീഷിന്റെ വയറ്റിനെന്ന് പറഞ്ഞത്. അപ്പൊ പോവല്ലേ നമുക്ക്? പോവാ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. എന്തായാലും ഞങ്ങള് പോവാണ്, ഇനി ലൈവ് ആയിട്ട് വരാം. അതെ, അപ്പം ബൈ.